ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ അലക്സ് റാം മുഹമ്മദ്. ഞാനീ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ. പ്രകൃതി അതിൻ്റെ വശ്യഭംഗിയാൽ വിസ്മയിപ്പിക്കുന്ന ഇടം, അതാണ് കടമക്കുടി. പ്രകൃതിയെ സ്നേഹിക്കുന്ന ഹൃദയത്തിന് ഓരോ ഋതുവും ഓരോ ഉത്സവമാണ്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന് കേട്ടിട്ടുണ്ടോ? കുത്തനെ മല കയറുന്ന ഒരു പ്രത്യേക ട്രെയിൻ. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂനിക്കുലാർ ട്രെയിൻ മുംബൈക്കടുത്ത് കല്യാണിലുണ്ട്. മലങ്കട്ട് എന്ന ചരിത്ര പ്രാധാന്യമുള്ള മലയിലേക്കാണ് ആ യാത്ര. ഫ്യൂനിക്കുലാർ ട്രെയിനിൻ്റെ യാത്രാ വിശേഷങ്ങളുമായി മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, റൈഡിംഗ് റിപ്പോർട്ടറിൽ ആദ്യം. കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 10-15 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മൾ മലങ്കട്ട് എന്ന ഈ കോട്ടയുടെ അടിവാരത്തേക്ക് എത്തിയത്. സഹ്യാദ്രി മലനിരകളുടെ ഭാഗമായ മനോഹരമായ ഒരിടത്തേക്കാണ് നമ്മൾ എത്തിയത്. യഥാർത്ഥത്തിൽ പ്രകൃതി ഭംഗിക്കപ്പുറത്തേക്ക് വിവിധ സംസ്കാരങ്ങളുടെ, വിവിധ വിശ്വാസങ്ങളുടെ ഒരു സംഗമ ഭൂമി കൂടിയാണ് ഈ മലങ്കട്ട് കോട്ട. ബേസ് ക്യാമ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടിയോളം ഉയരത്തിലാണ് ഈ മലങ്കട്ട് കോട്ടയുടെ മലയുടെ ഏറ്റവും മുകളിലെ ഭാഗത്തേക്ക് എത്താൻ. പണ്ടൊക്കെ 2000-2500 അടി പടികൾ ഇങ്ങനെ കയറിയായിരുന്നു ആളുകൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് മാറ്റം വന്നു. കൂടുതൽ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് രാജ്യത്ത് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂനിക്കുലാർ ട്രെയിൻ സർവീസ് ഇവിടെ ആരംഭിച്ചത്. നമ്മൾ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 150 രൂപയാണ് മുതിർന്ന ആളുകൾക്ക് ഉള്ള ടിക്കറ്റ്. ഹാഫ് ടിക്കറ്റ് ഉണ്ട് കുട്ടികൾ, അതായത് 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹാഫ് ടിക്കറ്റ്, അതായത് 75 രൂപ മാത്രം മതിയാകും. നമ്മളിപ്പോൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പണ്ടൊക്കെ ഇതിനു മുൻപ്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മലങ്കട്ട് കോട്ടയിലേക്കുള്ള മുകളിലേക്കുള്ള യാത്ര യഥാർത്ഥത്തിൽ ഒരു ഭക്തി പരീക്ഷയായിരുന്നു. ഇന്നിപ്പോൾ സാഹചര്യം മാറി. ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന പുതിയ സംവിധാനം വന്നു. ഒരു ട്രെയിൻ മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊരു ട്രെയിൻ താഴേക്ക് വരുന്ന തരത്തിൽ 2 ട്രെയിനുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള ഏതാണ്ട് ഭാരം ഉപയോഗിച്ചുള്ള സഞ്ചാരമാണ് ആ ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന സംവിധാനം. ട്രെയിനിന്റെ മുകളിലേക്കുള്ള യാത്ര ഇങ്ങനെ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ഒരു ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരം യാത്രാ അനുഭവമാണ് ഇത് എന്ന് തന്നെ പറയാം. കുത്തനെ കയറുന്ന ഒരു ട്രെയിൻ, ഇങ്ങനെ പടി കയറി പോകുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്നത്. മുൻപൊക്കെ ഏതാണ്ട് 2500 പടികൾ ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും പടികൾ കയറി മുകളിലേക്ക് പോകണമെങ്കിൽ 2 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കുമായിരുന്നു. അത്രയും സമയം വിശ്വാസികളായ ആളുകൾക്ക് സഞ്ചരിക്കാൻ, പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് മറ്റുമൊക്കെ സഞ്ചരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ മാറിയത്. നോക്കൂ, ഈ സഹ്യാദ്രി മലനിരകളുടെ കാഴ്ചകൾ, എന്ത് മനോഹരമായ കാഴ്ചകളിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നതെന്ന്. ചെറിയ വെള്ളച്ചാട്ടം അടക്കമുള്ള പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചുള്ള യാത്രയാണ്. ഈ റൈഡിംഗ് റിപ്പോർട്ടറുടെ ഭാഗമായി മെട്രോയിലും, ട്രെയിനിലും, ടോയ് ട്രെയിനിലും, ബൈക്കിലും, കാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു യാത്ര, ഫ്യൂനിക്കുലാർ ട്രെയിൻ എന്ന യാത്ര ആദ്യമായാണ്. ഇതാ ഒരു ട്രെയിൻ മുകളിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് താഴേക്ക് വരുന്നത് നമുക്ക് കാണാം. മലങ്കട്ടിന്റെ താഴ്വാരത്ത് നിന്ന് ഏതാണ്ട് 5 മിനിറ്റ് സമയം മാത്രമേ എടുത്തുള്ളൂ മുകൾ നിലയിലേക്ക് ഫ്യൂനിക്കുലാർ ട്രെയിനിൽ എത്താൻ. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വരവേൽക്കുന്ന കാഴ്ച അക്ഷരാർത്ഥത്തിൽ മനം മയക്കുന്നതാണ്. ഇങ്ങനെ കോടമഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്ന മനോഹരമായ കാഴ്ചയാണത്. മഹാരാഷ്ട്രയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഹാജി മലംഗ് ദർഗ മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദർഗയിലേക്ക് എത്തുന്നത്. ജാതിയോ മതമോ ഭാഷയോ നോക്കാതെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മതപരമായ അതിർത്തികൾ നമുക്ക് വ്യക്തമായി കാണാനാവുന്ന കാലമാണ്. പക്ഷേ മലങ്കട്ടിൽ പലപ്പോഴും ആ അതിർത്തികൾ മങ്ങിപ്പോകുന്നു. ദർഗയിലേക്ക് പോകുന്ന വഴിയിൽ ഹിന്ദു വിശ്വാസികളുടെ സാന്നിധ്യം
വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മലമുകളിൽ ഒരു വശത്തുകൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ, ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു വരുമ്പോഴാണ് അവിടെ ഒരു ക്ഷേത്രം, ദത്താ മന്ദിർ എന്ന ക്ഷേത്രമുള്ളത്. യഥാർത്ഥത്തിൽ ഈ മലങ്ക് ഘട്ട് എന്നത് ഒരു സൂഫി വര്യൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ദർഗ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഹിന്ദു ആരാധനാ കേന്ദ്രങ്ങൾ കൂടി ഇവിടെയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഹിന്ദു സൂഫി, അതായത് രണ്ട് വിശ്വാസ പ്രമാണങ്ങൾ ഒരുമിച്ച് വരുന്ന വിശേഷപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് ഈ മലങ്കട്ട്. മലങ്കട്ടിൽ ഈ ദർഗയോട് ചേർന്ന് കുറേ കടകളുണ്ട്. ആ കടകളിൽ ചിലതൊക്കെ മലയാളികളാണ് നടത്തുന്നത്. അത് കൗതുകമുള്ള, ഇവിടെ വന്നതിന് ശേഷം അറിയാൻ കഴിഞ്ഞ ഒരു വിവരമാണ്. ഇതാ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹത്തോട് പേര് ചോദിക്കാം, നാട് എവിടെയാണെന്ന് ചോദിക്കാം. മുഹമ്മദ്. എവിടെയാ സ്ഥലം? മഞ്ചേശ്വരം പ്രസംഗടി. കാസർഗോട്ടുകാരനാണ്. ഇവിടെ 2-3 കാസർഗോട്ടുകാരുണ്ടെന്ന് തോന്നുന്നല്ലേ? താഴെ ഒരു ഖാദർക്കയുണ്ട്, പിന്നെ താഴെ ഒരു പൂന്റെ പീടിയുണ്ട്. പിന്നെ ഒരു ഹോട്ടലും ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. ഹോട്ടൽ ഇതാ കാസർഗോഡ് ചെമ്പരിക്ക. കുറെ എത്ര പേരുണ്ട് അപ്പോൾ മലയാളികൾ? മലയാളികൾ കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ എല്ലാം കുറഞ്ഞു പോയി. ഈ മലനിരകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് മച്ചീന്ദ്രനാഥൻ എന്ന പേര്. പുരാതന സന്യാസ വര്യനായ അദ്ദേഹമാണ് ഇന്ത്യയിൽ ഈ നാഥ സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുരു. അദ്ദേഹത്തിൻ്റെ തപോഭൂമിയായി കൂടി ഈ മേഖലയെ കണക്കാക്കപ്പെടുന്നുണ്ട്. മലങ്കട്ട് എന്ന ഈ മലനിരയ്ക്ക് യഥാർത്ഥത്തിൽ മറാഠ സാമ്രാജ്യ ചരിത്രവുമായി കൂടി ബന്ധമുണ്ട്. ഈ മലനിരയുടെ മധ്യഭാഗത്താണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ അതിന് മുകൾ നിലയിൽ ഏറ്റവും മുകൾ ഭാഗത്താണ് മറാഠ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടയുള്ളത്. ബ്രിട്ടീഷുകാരുമായി പോരടിച്ച് യുദ്ധം ചെയ്ത ആ കോട്ട നിലനിർത്തിയ ആവേശകരമായ ചരിത്രം കൂടി ഈ മലനിരകൾക്കുണ്ട്. അതെന്തായാലും തൽക്കാലം ഇപ്പോൾ മഴക്കാലമായതോടുകൂടി തന്നെ അങ്ങോട്ടേക്കുള്ള സഞ്ചാരം അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ ആളുകൾക്ക് ആ തരത്തിൽ പ്രവേശനമില്ല. ഫ്യൂനിക്കുലർ ട്രെയിനിലെ വ്യത്യസ്തമായ രസകരമായ ഒരു യാത്ര, മലമുകളിലെ ഭംഗിയുള്ള പ്രകൃതി ഒരുക്കി വെച്ച കാഴ്ചകൾ, ഒപ്പം മതസൗഹാർദ്ദത്തിൻ്റെ ചില നല്ല ഉദാഹരണങ്ങൾ, ഇത്രയുമാണ് ഈ മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ മനസ്സിലുള്ളത്. വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. മുംബൈയിൽ നിന്നും കൊല്ലത്തേക്കാണ്, കൊല്ലം കുളത്തൂപ്പുഴയിലേക്ക്. ഒരു ഗൗരവ സ്വഭാവമുള്ള വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര. വനം വകുപ്പിൻ്റെ സ്വയം ഒഴിഞ്ഞുപോകൽ പദ്ധതി പ്രകാരം സ്വയം ഒഴിഞ്ഞുപോകാൻ സന്നദ്ധത അറിയിച്ചിട്ടും അതിനു സാധിക്കാതെ വർഷങ്ങളായി കാടിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കുളത്തൂപ്പുഴ ഡാലി കരിക്കകം നിവാസികൾ. അടിസ്ഥാന സൗകര്യങ്ങളില്ല, പോരാത്തതിന് വന്യജീവികൾ ആക്രമിക്കുമെന്ന ഭീതിയും. ഏതാണ്ട് 60ഓളം കുടുംബങ്ങളാണ് അങ്ങനെ ദുരിതത്തിൽ കഴിയുന്നത്. കൊല്ലത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രിയുടെ യാത്ര അവർക്കരികിലേക്കാണ്, അവരുടെ ദുരിതങ്ങൾക്കരികിലേക്കാണ്. കുറച്ച് മനുഷ്യരെ തേടിയുള്ള യാത്രയാണ്. നാടറിയാതെ കാടറിഞ്ഞു ജീവിക്കുന്നവരെയല്ല, ഈ കാട്ടിൽ പെട്ടുപോയവരെ തേടിയുള്ള യാത്ര. നമ്മളെ ഈ ചതുപ്പെന്ന് പറയുന്ന മാത്രക്കരിക്കം ചതുപ്പ്, വട്ടക്കരിക്കം, ഡാലി കരിക്കം, 3 ചതുപ്പുകളിലും കൂടെ ഒരു 65-70 വീടോളം ഉണ്ടായിരുന്നു. ഇവിടെ ഈ വട്ടക്കരിക്കവും മാത്രക്കരിക്കവും കൂടെ തന്നെ 40ഓളം വീട് ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു 10, 25, 30 കുടുംബത്തോളം ആൾക്കാരെ ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ 2019 രാജ് സാറ് മന്ത്രിയായിട്ട് ഇരുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങനെ ഈ സ്വയം ഒഴിഞ്ഞുപോക്കൽ പദ്ധതിയുടെ ഇതായിട്ട് വന്യജീവികളുടെ വളരെ അധികം ആൾക്കാർക്ക് പോകാനും വരാനുമുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാരണം കൊച്ചുങ്ങളെ പഠിപ്പിക്കാനും എല്ലാ കാരണങ്ങളും കൊണ്ട് നമ്മളെ ഇവിടുന്ന് ഈ നമുക്കും സ്വയം ഒഴിയണമെന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം വന്നു. ഇപ്പം ഇവിടെ ഈ 2 ചതുപ്പിലും കൂടെ 23 കുടുംബവും, അവിടെ ഒരു ഡാലി ചതുപ്പിൽ ഒരു 10-60 കുടുംബമുണ്ട്. ഇത് പാക്കേജ് കിട്ടിയില്ല, ഈ വീടൊന്നും പാക്കേജ് കിട്ടില്ല. ഇതൊക്കെ ആന വന്ന് നമ്മൾ
കാര്യം നമുക്ക് ഇവിടെ താമസിക്കാൻ ഒക്കാത്തതുകൊണ്ട് ആന വന്ന് തട്ടി ഓടിച്ചൊക്കെ ഇട്ടേക്കുക. കാടിന്റെ വന്യതയേക്കാൾ ഭയമുണ്ടാക്കുന്നു ഇവിടെ കുറച്ച് മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നറിയുമ്പോൾ. വനം വകുപ്പിന്റെ സ്വയം ഒഴിഞ്ഞുപോകൽ പദ്ധതി പ്രകാരം ഒഴിഞ്ഞുപോകാൻ സന്നദ്ധത അറിയിച്ചിട്ടും വർഷങ്ങളായി ദുരിതം പേറുന്നവർ. ബൈക്ക് വരപ്പോഴാണ് ആന കുറുക്കെ ചാടുന്നത്, വരാതെ ഓട്ടോയും സ്കൂട്ടറും. രാത്രിയിലും ഇതേ വഴി തന്നെ ഉപയോഗിക്കുന്നത്. രാത്രിയും പല പ്രാവശ്യം ആനയുടെ മുമ്പേ രക്ഷപ്പെട്ടിട്ടുണ്ട്. മാറി നിന്നിട്ട് കൂട്ടത്തിൽ നിന്ന് ഒരുത്തം നമ്മളെ ഓടിക്കാനായിട്ട് വന്നു. അപ്പോഴാ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ആൻ്റെ എടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അറുപത്തിയഞ്ചുകാരി രാധയ്ക്ക് കണ്ണു കാണില്ല. ഒരു പക്ഷെ അതാകും അവർക്ക് ഈ കാട്ടിൽ ജീവിക്കാൻ ധൈര്യം നൽകുന്നത്. ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി എവിടെയെങ്കിലും അവർ ഭൂമി തന്നാൽ ഏറ്റവും നല്ലത്. അവിടെ ഒരു പ്ലാസ്റ്റിക് എവിടെ കെട്ടിയെങ്കിലും ഞങ്ങൾ കിടക്കാം. അവരൊരു വീടും തന്നാൽ മതിയായിരുന്നു. ഞങ്ങളെ കുഞ്ഞുങ്ങൾ ഇതുകൊണ്ടിരിക്കുന്നു. ഒരാൾ മെനക്കെടണം സ്കൂളിൽ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ ആ ആളിനെ എങ്ങും ഇറങ്ങി പോകാനും ഒക്കത്തില്ല. കാലത്ത് ഒരു ട്രിപ്പ് പോകണം, വൈകിട്ട് ഒരു ട്രിപ്പ് പോകണം. ഒരു ഓട്ടോ പോകണമെങ്കിൽ 300 രൂപ ഇവിടുന്ന് ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണം. ഞങ്ങൾ അത്ര ത്യാഗം അനുഭവിച്ച് ഞങ്ങൾ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾ ഇതേ ദുരിതത്തിൽ കിടന്ന് ആന്തുക. ഭയങ്കര പേടിയാണ് പുറത്തൊക്കെ കയറാൻ. ആന വരുമെന്നുള്ള പേടിയാണ്. കൂട്ടായിട്ടും പിന്നെ ഒറ്റയായിട്ടും വരും. മാത്രക്കരിക്കകം, വട്ടക്കരിക്കകം, ഡാലിക്കരിക്കകം. ഒരു നാട്ടിൽ ഒരു ജനവിഭാഗം അരികുവൽക്കരിക്കപ്പെടുന്നതിന് ഉത്തമ ഉദാഹരണങ്ങൾ. മരണഭീതിയിൽ കഴിയുന്നവർ, ജീവിതം ഇതിനുമപ്പുറം കരപിടിക്കില്ലെന്ന് മനസ്സിനെ പറഞ്ഞ് സ്വയം ബോധ്യപ്പെടുത്തിയവർ. നമുക്കിടയിൽ ഇങ്ങനെയും ചിലർ ജീവിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങനെ പോയ വഴിക്കാണ് ഞാൻ അടിക്കുന്നത്. ആന അടിച്ച് ഈ ഒരു ഭാഗം ഉള്ളു പോയി. അതിനുശേഷം ഇന്നേരം ഇങ്ങനെ വീട്ടിലിരിപ്പ് തന്നെ ഒന്നിനും ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. ഈ വെപ്രാളത്തിൽ ലൈറ്റൊന്നും എടുത്തില്ല, ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇത് കാണുന്ന അധികൃതർ പക്ഷേ ഇവിടേക്കൊരു യാത്ര നടത്താൻ തയ്യാറാകണം. വെളിച്ചക്കുറവുണ്ടാകും, വ്യക്തത കുറവുണ്ടാകും. പറഞ്ഞത് ഇത്ര തന്നെയും വെളിച്ചമില്ലാത്ത ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോകുന്ന കുറച്ചു മനുഷ്യരുടെ പച്ചയായ ജീവിതകഥയാണ്. അവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം എത്തിക്കേണ്ട ഉത്തരവാദിത്തം അധികാരികൾക്കുണ്ട്. ഇനിയും ഈ അനീതി തുടർന്നുകൂടാ. ഡാലിയിൽ നിന്നും ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24. കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. നഗരവും ഗ്രാമവും തമ്മിൽ വലിയ ദൂരമില്ല എന്നതാണ് ആ പ്രത്യേകത. പറഞ്ഞു വന്നത് കോഴിക്കോട്ടെ ഒരു വിശേഷം പറയുന്നതിൻ്റെ ആമുഖമായാണ്. കോഴിക്കോട് നഗരഹൃദയത്തിനടുത്ത് ഒരു മനോഹരമായ മൊട്ടക്കുന്നുണ്ട്. പൊൻപാറക്കുന്നെന്നാണ് അതിൻ്റെ പേര്. പണ്ടുകാലത്ത് ആ പാറയിൽ പൊന്നുണ്ടെന്ന് കരുതി ആളുകളെത്തി ഖനനം ചെയ്തിരുന്നു. അങ്ങനെയാണ് അതിന് പൊൻപാറക്കുന്നെന്ന പേര് വരുന്നത്. ഇന്ന് സഞ്ചാരികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണ്. അവിടെ നിന്നുള്ള അസ്തമയ കാഴ്ച എൻ്റെ സാറേ. കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനാണ് പൊൻപാറക്കുന്നിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പൊൻപാറക്കുന്നിലേക്കാണ്. പൊൻപാറ സ്വർണവുമായി ഏതെങ്കിലും ബന്ധമുണ്ടോ എന്നായിരിക്കും ഇപ്പോൾ പ്രേക്ഷകരുടെ സംശയം. തീർച്ചയായും ബന്ധമുണ്ട്. പണ്ട് ഈ പൊൻപാറക്കുന്നിൽ പൊന്നുണ്ട് എന്ന് കരുതി ഖനനം ചെയ്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലം ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരിടമാണ്. പോകാം പൊൻപാറക്കുന്നിലേക്ക്. റൈഡിംഗ് റിപ്പോർട്ടർ അങ്ങനെ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ പൊൻപാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വശ്യമനോഹരമായ ദൃശ്യങ്ങളാണ് പൊൻപാറ പ്രിയ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. പോകാം പൊൻപാറയിലേക്ക്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പെരുവയിൽ എന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. പെരുവയിലിൽ നിന്നും നമ്മൾ പൊൻപാറ മലയിലേക്ക് കയറാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങളൊന്നും വരികയില്ല. ഇതേപോലെ ഈ കുന്ന് നടന്നു വേണം നമ്മൾ കയറാൻ. പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് കയ്യിലൊരു കുപ്പി വെള്ളവും ഈ കുടയും കയ്യിലിരിക്കണം. സ്വർണമുണ്ടെന്ന് കരുതി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഖനനം നടത്തിയ സ്ഥലമാണ് പൊൻപാറക്കുന്ന്. പക്ഷേ സ്വർണം കുഴിക്കാൻ എത്തിയവർക്ക് സ്വർണം കിട്ടിയില്ല. അവർക്ക് കിട്ടിയതാകട്ടെ മനോഹരമായ പ്രകൃതി വിസ്മയമായിരുന്നു. ചെങ്കൽക്കെട്ടിലെ പച്ചപ്പുല്ലിലൂടെ ചവിട്ടിക്കേറി മുകളിലെത്തുമ്പോൾ കാഴ്ചകൾ പലതരം. ഒരു വശത്ത് കോഴിക്കോടൻ തീരത്തെ അറബിക്കടൽ, പച്ചപ്പിനിടയിൽ വളഞ്ഞു പുളഞ്ഞൊഴുകി വരുന്ന ചാലിയാർ, പല കൈവഴികളെയും കൂട്ടുപിടിച്ച് ഫറോക്ക് പാലവും കടന്ന് അറബിക്കടലിൽ ചേർന്നലിയാൻ പോകുന്ന സുന്ദര ദൃശ്യം. പണ്ട് കാലങ്ങളിൽ സ്വർണത്തിന് വേണ്ടി ഖനനം ചെയ്തിരുന്ന ഒരു കുന്നാണ് ഈ കുന്ന്. അപ്പോൾ ഇവിടെ പല സ്ഥലത്തും കുഴികളുണ്ട്, മിന്നലേശാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ സമയം നോക്കി അതിരാവിലെ ഈ സ്ഥലത്തേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ മനോഹരമായ ദൃശ്യവിസ്മയം തന്നെയായിരിക്കും. കോഴിക്കോട് ജില്ലയിലെ പെരുവയിൽ, മാവൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ചെറിയ കുന്നും വ്യൂ പോയിന്റുമാണ് പൊൻപാറക്കുന്ന്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും സൂര്യാസ്തമയവും സൂര്യോദയവും കാണാൻ പറ്റിയ ഒരു ട്രക്കിംഗ് കേന്ദ്രം. ഇവിടെ മോർണിംഗും ഈവനിങ്ങും വേറെ തന്നെ വൈബാണ്. മോർണിംഗ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോടമഞ്ഞും കാര്യമൊക്കെ ആയിട്ടുണ്ടാവും. ഈവനിങ് വന്നു കഴിഞ്ഞാൽ ഒരു വേറൊരു ഭംഗിയാണ്. അതുപോലെ എല്ലാവർക്കും ഭയങ്കര കംഫർട്ടായിട്ട് പോവാം. താഴ്വാരത്ത് വിശാലമായ പാടശേഖരങ്ങളും കുറച്ചു മാറി മാവൂരിന്റെ പ്രതാപകാലത്തിന്റെ സ്മരണകൾ വിളിച്ചോതി തല ഉയർത്തി നിൽക്കുന്ന ഗോളിയോ റയോൺസിന്റെ പുകക്കുഴലുകളും കാണാം. കോടമഞ്ഞില്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിന്റെ മനോഹര ദൃശ്യങ്ങളും സഞ്ചാരികൾക്ക് കാണാനാകും. ഇത്രയധികം ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. സാധാരണ വളരെ സിമ്പിളായിട്ട് കയറിപ്പോകാം, ചെറിയ കുട്ടികൾക്കടക്കമുള്ളവർ കയറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. പിന്നെ സ്വകാര്യ സ്ഥലമാണെങ്കിൽ പോലും ഒരു എല്ലാവർക്കും ഉപയോഗിക്കപ്പെടുന്ന രീതിയിൽ എല്ലാവരും ആഹ്ലാദിക്കുന്ന ഒരു സ്ഥലമാണ്. പൊൻപാറക്കുന്നിലേക്ക് അടുത്ത കാലത്താണ് സഞ്ചാരികൾ എത്താൻ തുടങ്ങിയത്. കോടമഞ്ഞും കുളിർക്കാറ്റും വിരുന്നെത്തുന്ന ഇടം. അങ്ങകലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉദിച്ചു വരുന്ന പ്രഭാത സൂര്യൻ. ഈ കുന്നും ചുറ്റുപാടും നിറയെ പച്ച നിറഞ്ഞ കാഴ്ചകളാണ്. ഇരുമ്പിൻ്റെ അംശം കൂടിയ പാറകളാണ് ഈ പൊൻപാറക്കുന്നിലെത്തിയാൽ സഞ്ചാരികൾക്ക് കാണാൻ കഴിയുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരേപോലെ ട്രക്കിംഗ് നടത്തി ഈ മലയിലെത്താൻ കഴിയും. മനോഹരമായ പൊൻപാറക്കുന്നിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. യേശുദാസ് പാടിയ ഒരു പഴയ പാട്ടാണ്. പക്ഷെ പറഞ്ഞു വന്നത് മാമ്പഴത്തെ പറ്റിയുമല്ല, കന്നിമാസത്തെ പറ്റിയുമല്ല. നമ്മുടെ വിപണികൾ കീഴടക്കുന്ന പ്രധാനപ്പെട്ട ഫ്രൂട്ട്സാണ്, പഴങ്ങളാണ്, പേരക്കയാണെങ്കിലും മാമ്പഴമാണെങ്കിലും എല്ലാം. പക്ഷെ പുതിയ കാലത്ത്, ജെൻസിയുടെ കാലത്ത്, ജിമ്മന്മാരുടെ കാലത്ത് ആ ഒരു പഴയകാല പഴങ്ങൾ എന്നുള്ളതിനൊക്കെ ഒരു മാറ്റമുണ്ട്. അതായത് പുതിയ കാലത്ത് ചില പ്രത്യേക പഴങ്ങൾ വിപ്ലവം തീർക്കുന്നു എന്നാണ് വയനാട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി കാളിദാസൻ ദേവദത്തം പറയുന്നത്. വയനാട്ടിലെ ഒരു ദമ്പതികൾ ഈ പഴം ഉൽപ്പാദിപ്പിച്ച് പഴക്കൂട നിറയ്ക്കുകയാണ്. അവരുടെ വിശേഷമാണ് കാളിദാസൻ ദേവദത്തം പറയുന്നത്. കേരം തിങ്ങും കേരള നാട്, കേരം തിങ്ങും കേരള നാട് എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കേരത്തിനും വാഴയ്ക്കും മാത്രം കേരളത്തിൽ ജീവിച്ചാൽ പോരല്ലോ, ബാക്കിയും കുറേ ഫ്രൂട്ട്സുകളില്ലേ, അവന്മാർക്ക് ജീവിക്കണ്ടേ? നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ പോവാം. എവിടാന്നല്ലേ? സർപ്രൈസ്.
ചേട്ടാ ചേച്ചി എന്തൊക്കെയുണ്ട്? സുഖം. സുഖം. കേരളത്തിന്റെ മണ്ണിനെ സസ്യശ്യാമള കോമളമാക്കാൻ എന്തൊക്കെയാണ് ഉള്ളത് ഇവിടെ? നമ്മുടെ അടുത്ത് ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. ഒരുപാട് ഫ്രൂട്ടുകളുണ്ട്. നമുക്ക് എല്ലാം ഒന്ന് കണ്ടാലോ? കാണാം. എന്നാൽ എല്ലാം ഒന്ന് കാണാം. വയനാട് കുളവയിലാണ്. ഇവിടെ കിരണേട്ടൻ്റെയും സുജേച്ചിയുടെയും കീ ഫാമിലാണ്. കീ ടു ദ വേൾഡ് ഓഫ് ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ടുകളുടെ അല്ലെങ്കിൽ ഫലങ്ങളുടെ ലോകത്തേക്കുള്ള താക്കോലാണ് ഈ കീ ഫാം എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും അവക്കാഡോ ഫാമാണ്. പക്ഷേ അവക്കാഡോ ഫാം മാത്രമല്ല, കേരളം കേട്ടിട്ടില്ലാത്ത കുറേ ഫ്രൂട്ടുകൾ, കുറേ ഫലങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഗ്രാഫ്റ്റിംഗ് ഉണ്ട് അല്ലേ ചേച്ചി? ഗംഭീര പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അണിയറയിൽ ഗംഭീര പരിപാടികളുണ്ട്. ഇതിപ്പം കുറേ വൈഡ് വെറൈറ്റി അവക്കാഡോകൾ എത്തിച്ചിരിക്കുകയാണ്. നമുക്കറിയാം വയനാടെന്ന് പറയുന്നത് അവക്കാഡോയുടെ ഒരു കേന്ദ്രമാണ്. അമ്പലവയൽ എന്നൊക്കെ പറഞ്ഞാൽ അവക്കാഡോ ഹബ്ബാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വയനാടിൻ്റെ മണ്ണ് അവക്കാഡോ നട്ട് വളരാൻ, വലിയ ഫലഭൂഷ്ടമാവാൻ പറ്റിയൊരു മണ്ണാണ് ചേച്ചി. ഇത് കാണുമ്പോഴേ അവക്കാഡോ എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതാണ് ഞാൻ കണ്ടിട്ടുള്ള അവക്കാഡോ. ഇതാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം അവക്കാഡോ ആണെന്നാണ് ചേച്ചി പറയുന്നത്. ഇതിന്റെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ പിങ്കട്ടൺ എന്ന് പറഞ്ഞ വെറൈറ്റി. പിങ്കട്ടൺ ഇതാണോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വൈസ് ഒക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത്? മീൻസ് മാളുകളിലൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന സാധനം ഇങ്ങനത്തെ ടൈപ്പായി. നമ്മുടെ ജിമ്മിലേക്കൊക്കെ പോകുന്നത് ഇതാണ്. അതായത് പെബിൾഡ് സ്കിൻ ആയിട്ടുള്ള ഈ സാധനങ്ങൾ. കുറച്ച് ഷെൽഫ് ലൈഫ് കൂടുതലാണ്. കീപ്പിംഗ് ക്വാളിറ്റി, എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇതിന്റെ ഹാസിന്റെ വെറൈറ്റീസ്, ഹാസിന്റെ ഇത് കുറച്ച് കറുത്തിട്ടാണല്ലോ, ബ്ലാക്ക് കളറിലേക്ക് വരും. ഈ കളറിലേക്ക് വരും. അതായത് ഇത് പിങ്കട്ടൺ, ഇത് പിങ്കട്ടൺ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഈ കളറിൽ എനിക്ക് വരുന്നുണ്ടാവുക. ഇത് ബ്ലാക്ക് കളറിലേക്ക് വരും. ഇത് അതുപോലെ TK1 എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് ചോപ്പ് കളർ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചോപ്പ് കളർ പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് ബൂത്ത് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ബൂത്തിന്റെ മരം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ സർപ്രൈസ് എന്ന് പറയും. സർപ്രൈസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇപ്പം ആൾക്കാർ കേട്ടിട്ടുള്ളതില്ലേ, ഇപ്പം ഇവിടെ ഒട്ടും കേൾക്കാത്ത കുറച്ച് പേരെങ്കിലും ചോദിച്ചാണല്ലോ ഇത് എന്ത് ഫ്രൂട്ടാണ്, ഞാൻ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ ഈ പേരെന്ന്. അങ്ങനെ ചോദിച്ച 2-3 ഫ്രൂട്ടുകൾ പെട്ടെന്ന് പറഞ്ഞാൽ ഏത് പറയും? മാമി സപ്പോട്ട. ഒരു തേങ്ങ അത്ര സൈസ് വരുന്ന ഒരു സപ്പോട്ട, ഉള്ളു റെഡ് ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ജബോട്ടിക്കാബ മരമുന്തിരി എന്ന് പറയും. ജബോട്ടിക്കാബ മരമുന്തിരി, തടീന് ഉണ്ടാവുന്ന മുന്തിരി. അപ്പൊ ആൾക്കാർ കൊണ്ടുപോയി ഇത് ആദ്യമായിട്ട് കാണാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. മക്കള് ചോദിക്കാറുണ്ടോ? മക്കൾക്കറിയാം. മക്കൾ എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ കഴിക്കുകയും ചെയ്യും. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ മക്കള് ഫ്രണ്ട്സ് ചോദിക്കും, ഇന്ന് ജബോട്ടിക്കാവ കൊണ്ടുവന്നില്ലേ? ടീച്ചർമാരൊക്കെ പറയും ഇങ്ങനെ, കൊടുത്തു വിടാനൊക്കെ പറയും ഇങ്ങനെ. അവർക്കും അത്ഭുതമായിരിക്കും അല്ലേ? ഇത് പിന്നെ നമുക്ക് അവക്കാഡോ തന്നെ 365 ദിവസവും ഏകദേശം ഇവിടെ ഫ്രൂട്ട് ഉണ്ട്. കുറേ ഇനങ്ങളുള്ളതുകൊണ്ട്, ഒരു ഇനം മാത്രമല്ലാത്തതുകൊണ്ട് കുറേ ഇനങ്ങളുള്ളതുകൊണ്ട് ഇവിടെ പിന്നെ ഇപ്പോഴും പൂവുള്ള മരങ്ങളുണ്ട്. അപ്പോൾ പൂവും കായും ഏത് സമയത്തും നമ്മുടെ അടുത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട്. 360 ദിവസം അത് കായ്ക്കും പൂക്കും ഉണ്ട്. ഏത് സമയത്ത് വന്നാലും പിന്നെ ഒരു കായെങ്കിലും അവക്കാഡോ കായ ഉണ്ടാവും. അവക്കാഡോയുടെ ലോകത്തെ ദമ്പതിമാർ ഇവിടെ വന്ന് കണ്ടപ്പം ചെറിയ ലോകമല്ല, ഫലങ്ങളുടെ വലിയൊരു ലോകമാണ്. എന്തായാലും വയനാട്ടിൽ നിന്ന് മറ്റൊരു കഥയുമായി സാരഥി പ്രകാശൻ പള്ളത്തിനും മനു ദാമോദരനുമൊപ്പം കാളിദാസൻ ദേവദത്തം ചേരും. നമുക്കിനിയും കാണാം.